4 മാസങ്ങൾക്ക് മുമ്പാണ് അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുകയായിരുന്നു. വൈഭവ് സൂര്യവംശി ആറോൺ ജോർജിനൊപ്പം ക്രീസിലെത്തി. 26ാം ഓവറിലാണ് വൈഭവ് പിന്നെ ഗ്രൗണ്ട് വിടുന്നത്. 80 പന്തിൽ അടിച്ചുകൂട്ടിയത് 175 റൺസ്. ഗാലറിയിലേക്ക് മൂളിപ്പറന്നത് 15 പട്ടുകൂറ്റൻ സിക്സറുകൾ, പിന്നെ 15 ഫോറും. വൈഭവ് അതൊരു ഏകദിന മത്സരമാണെന്ന കാര്യം മറന്നുപോയതുപോലെ തോന്നി ആരാധകർക്ക്. 80 പന്തിൽ 175 റൺസാണ് അന്ന് ആ 15കാരൻ അടിച്ചുകൂട്ടിയത്. ബോളർമാർ മാറി മാറി എത്തി. വേരിയേഷനുകൾ പലതും മാറി മാറി പരീക്ഷിച്ചു. പക്ഷേ ഹെൽപ്ലെസ് ആയവർ മൈതാനത്ത് തങ്ങളുടെ ഫ്രസ്ട്രേഷൻ പരസ്യമാക്കുന്നത് കണ്ടു. 411 റൺസിന്റെ മാമത്ത് ടോട്ടലാണ് അന്ന് ഇന്ത്യൻ കൗമാരനിര ഇംഗ്ലണ്ടിന് മുന്നിൽ പടുത്തുയർത്തിയത്. ഒടുവിൽ 100 റൺസിന്റെ കൂറ്റൻ വിജയം കുറിച്ച് ഇന്ത്യ വിശ്വകിരീടവും കൊണ്ട് നാട്ടിലേക്ക് വണ്ടി കയറി. ഇതിപ്പോൾ പറഞ്ഞത് എന്തിനാണ്? വൈഭവ് അന്ന് ഇടിച്ചുകുത്തി പെയ്ത സിംബാബ്വേയിലെ അതേ ഹരാരയിൽ 4 മാസങ്ങൾക്കിപ്പുറം അവൻ ഇന്ത്യൻ സീനിയർ ടീമിന്റെ ജേഴ്സി അണിഞ്ഞിറങ്ങുന്നു. സിംബാബ്വേക്കെതിരായ ആദ്യ T20 പോരാട്ടത്തിന് ഇറങ്ങും മുമ്പേ ഹരാരെ തനിക്ക് സ്പെഷ്യലായ ഒരു മൈതാനമാണെന്ന് വൈഭവ് പറഞ്ഞു വെക്കുന്നുണ്ട്. 15 വയസ്സേ ആയിട്ടുള്ളൂവെങ്കിലും BCCIയുടെ നിയമപ്രകാരം ഇനി ഒരു അണ്ടർ-19 ലോകകപ്പ് കളിക്കാൻ വൈഭവിനാവില്ലായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് അവൻ സീനിയർ ടീമിലേക്ക് എൻട്രി നടത്തുമെന്ന് ആരെങ്കിലും കരുതി കാണുമോ? കഥകിൽ മുട്ടി കാത്തിരിക്കാനൊന്നും നിന്നില്ല. ഒരൊറ്റ IPL കൊണ്ട് അത് തള്ളി തുറന്ന് കടന്നു വന്നു. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് പാഡ് കെട്ടി ഇറങ്ങിയത് വൈഭവും അഭിഷേകും. സിംബാബ്വേയുടെ ലോകകപ്പ് ഹീറോ ബ്ലെസിംഗ് മുസർബാനിയുടെ ആദ്യ ഓവറിൽ ആകെ പറന്നത് 2 റൺസാണ്. എന്നാൽ റിച്ചാർഡ് എങ്കരാവയുടെ 2ാം ഓവറിൽ വൈഭവ് ഫയർവർക്സ് ആരംഭിച്ചു. എങ്കരാവയുടെ 2ാം പന്തിനെ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ പറത്തി ഗ്യാലറിയിലിട്ടു. തൊട്ടടുത്ത പന്തിൽ ഒരു ബൗണ്ടറി. 4ാം പന്തിനെ ബാക്ക് ഫുട്ടിൽ ലോങ് ഓഫിന് മുകളിലൂടെ അതിർത്തി കടത്തി. 3ാം ഓവറിൽ മുസർബാനി അഭിഷേക് ശർമ്മയെ വീഴ്ത്തുന്നുണ്ട്. എന്നാൽ വൈഭവ് നിർത്തിയില്ല. തന്റെ ആദ്യ ഓവർ ചെയ്യാനെത്തിയ ബ്രാഡ് ഇവാൻസിന്റെ ആദ്യ പന്തിനെ അതിർത്തി കടത്തി വൈഭവ് സ്വാഗതം ചെയ്യുന്നു. അടുത്ത പന്ത് ഫൈൻ ലെഗിന് മുകളിലൂടെ ഗാലറിയിലേക്ക് മൂളിപ്പറന്നു. ഒടുവിൽ മുസർബാനിയും വൈഭവിന്റെ ബാറ്റിന്റെ ചൂട് അറിയാനെത്തി. അയാൾ എറിഞ്ഞ 5ാം ഓവറിൽ 2 ഫോറും 1 സിക്സുമാണ് വൈഭവ് പായിച്ചത്. ഒടുവിൽ വെറും 18 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്നു. യെസ്, ഹി ഈസ് അറൈവ്ഡ്. 263 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ വൈഭവ് 4 സിക്സും 4 ഫോറുമാണ് പായിച്ചത്. അതായത് അടിച്ചെടുത്ത് 50ൽ 40 പിറന്നത് ബൗണ്ടറികളിലൂടെയെന്ന്. ഒരു മാറ്റവുമില്ല. സീനിയർ ടീമിനായി T20 ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം ഹരാരയിൽ വൈഭവിന് തെളിയിക്കുന്നു. നേപ്പാളിന്റെ കുശാൽ മല്ലികയുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ് മുമ്പുണ്ടായിരുന്നത്. 15 വയസ്സും 340 ദിവസവുമായിരുന്നു കുശാലിന് അന്ന് പ്രായം. വൈഭവിന് ഇപ്പോൾ 15 വയസ്സും 119 ദിവസവും. ഫുൾ മെമ്പർ നാഷൻസിൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ്. 16 വയസ്സുള്ളപ്പോഴാണ് സച്ചിൻ സീനിയർ ടീമിനായി ആദ്യ അർദ്ധ സെഞ്ചുറി കുറിച്ചത്. അതാകട്ടെ ടെസ്റ്റ് ഫോർമാറ്റിലായിരുന്നു. ഫൈസലാബാദിൽ പാകിസ്ഥാനെതിരെ 172 പന്തിൽ 59 റൺസാണ് സച്ചിൻ അന്ന് അടിച്ചെടുത്തത്. അതേ പരമ്പരയിൽ സച്ചിൻ പിന്നെയും അർദ്ധ സെഞ്ചുറി കുറിക്കുന്നുണ്ട്. ഫുൾ മെമ്പർ നാഷൻസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി ഇനി വൈഭവിന്റെ പേരിലാണ് ഉണ്ടാവുക. ഇന്ത്യൻ ടീമിലേക്ക് മായങ്ക് യാദവിന്റെ ഗംഭീര തിരിച്ചുവരവ് കണ്ട മത്സരമാണ് ഹരാരയിൽ പൂർത്തിയായത്. കഴിഞ്ഞ T20 ലോകകപ്പ് വിജയത്തിന് ശേഷം 7 മത്സരങ്ങളിലാണ് ശ്രേയസ് അയ്യർക്ക് കീഴിൽ ഇന്ത്യൻ ടീം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇംഗ്ലണ്ടിനും അയർലൻഡിനും മുന്നിൽ പരമ്പരകൾ അടിയുറവച്ചു. ഗംഭീറും അയ്യരും വലിയ പടികളാണ് ഇക്കാലത്ത് ഏറ്റുവാങ്ങിയത്. 2024 ലോകകപ്പ് മുതൽ 26 ലോകകപ്പ് വരെയുള്ള കാലയളവിനിടക്ക് സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യ ഒരൊറ്റ T20 പരമ്പര പോലും തോറ്റിരുന്നില്ല. ആ ഇന്ത്യയാണ് വിശ്വകിരീടം ചൂടിയ ശേഷം 2 പരമ്പരകൾ തുടരെ അടിയറ വച്ചത്. അതിലൊന്ന് അയർലൻഡിനെതിരെയാണെന്ന് ഓർക്കണം. വിവിധ കണ്ടീഷനുകളോട് അഡാപ്റ്റ് ആകാൻ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് ഗംഭീർ പ്രതികരിച്ചത്. ഒടുക്കം സിംബാബ്വേക്കെതിരെ ആ ലോസ് റൺ അവസാനിക്കുന്നു. 2024 ഒക്ടോബറിന് ശേഷം ഇതാദ്യമായാണ് മായങ്ക് യാദവ് ഇന്ത്യൻ ദേശീയ കുപ്പായം അണിയുന്നത്. പരിക്ക് വട്ടയാടിയ 2 വർഷക്കാലം. ഹരാരയിൽ ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആദ്യ ഓവർ എറിയാൻ മായങ്ക് യാദവിനെ വിളിക്കുന്നു. സ്ട്രൈക്കിൽ ബ്രയാൻ ബെന്നറ്റ്. കഴിഞ്ഞ T20 ലോകകപ്പിൽ സിംബാബ്വെ ബാറ്റിംഗ് നിരകളുടെ നെടുന്തൂണായിരുന്നു അയാൾ. 3 അർദ്ധ സെഞ്ചുറികളടക്കം 277 റൺസാണ് അയാൾ ലോകവേദിയിൽ അടിച്ചെടുത്തത്. അന്ന് 3 ഫിഫ്റ്റികൾ ആർക്കെതിരെയൊക്കെയാണെന്ന് നോക്കൂ. ഓസ്ട്രേലിയക്കും വിൻഡീസിനും ശ്രീലങ്കയ്ക്കുമെതിരെ. ബെന്നറ്റ് ഹരാരയിൽ മായങ്കിനെ നേരിടാൻ ഒരുങ്ങി നിന്നു. പിന്നെ കണ്ടത് അയാൾ ഗോൾഡൻ ഡക്കായി മടങ്ങുന്നതാണ്. മായങ്കെറിഞ്ഞ ആദ്യ പന്ത് ബെന്നറ്റിന്റെ ബാറ്റിലുരസി ഇഷാൻ കിഷന്റെ കയ്യിൽ ഭദ്രമായി വിശ്രമിക്കുന്നു. ഇഷാൻ അപ്പീൽ ചെയ്യുന്നു. എന്നാൽ അമ്പയർ അതിന് ചെവി കൊടുത്തില്ല. ശ്രേയസ് ആദ്യ പന്തിൽ തന്നെ റിവ്യൂവിന് മുതിരുന്നു. ഒടുവിൽ തേർഡ് അമ്പയറുടെ തീരുമാനമെത്തി. വിക്കറ്റ്. വാട്ട് എ കം ബാക്ക് ബൈ മായങ്ക്.
പരിക്ക് മാറി തിരികെ എത്തിയ മായങ്കിനെ കുറിച്ച പലരുടെയും ആശങ്ക അയാൾക്ക് ആ പഴയ വേഗം കാണുമോ എന്നായിരുന്നു. മായങ്ക് ഡിയോൺ മേഴ്സിനെറിഞ്ഞ തന്റെ രണ്ടാം പന്തിന്റെ വേഗത എത്രയായിരുന്നു എന്നോ? 149 km/h. പിന്നെ തുടരെ വേഗപ്പന്തുകൾ. മായങ്ക് ആദ്യം എറിഞ്ഞ 12 പന്തിൽ 10ഉം 140 km/h വേഗതയ്ക്ക് മുകളിലായിരുന്നു. പവർ പ്ലേയിലെ 5ാം ഓവറിൽ മായങ്ക് മേഴ്സിനെയും വീഴ്ത്തി. പവർ പ്ലേയിൽ ശ്രേയസ് 3 ഓവറാണ് മായങ്കിന് ആകെ നൽകിയത്. കളിയിലാകെ 4 ഓവറിൽ 18 റൺസ് മാത്രം പടിഞ്ഞു വീഴ്ത്തിയത് 2 വിക്കറ്റ്. 4.5 ആയിരുന്നു എക്കോണമി. പ്രിൻസ് യാദവും മത്സരത്തിൽ 2 വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. മായങ്കിനെ തേടിയാണ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം എത്തിയത്. സ്വപ്നതുല്യമാണ് ഈ കംബാക്ക് എന്നും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകുന്നില്ലെന്നുമായിരുന്നു കളിക്ക് ശേഷം മായങ്ക് യാദവിന്റെ പ്രതികരണം. ശ്രീലങ്കയിൽ അരങ്ങേറിയ ട്രൈ സീരീസിൽ ഇന്ത്യ എ ടീമിൽ മായങ്ക് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ IPL-ലും മികച്ച പ്രകടനങ്ങളൊന്നുമല്ല താരം പുറത്തെടുത്തത്. LSGക്കായി 4 മത്സരങ്ങളിലാണ് ആകെ കളത്തിലിറങ്ങിയത്. വിക്കറ്റൊന്നും നേടാനായില്ല. 11 ആയിരുന്നു എക്കോണമി. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരെ ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത്. എന്നിട്ടും അനുഭവ സമ്പത്ത് അധികം ഇല്ലാത്തൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെയാണ് ഇന്ത്യ സിംബാബ്വേയിലേക്ക് അയച്ചത്. എന്നാൽ മായങ്ക് യാദവ് സെലക്ടർമാർ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു. വേഗപ്പന്തുകൾ കൊണ്ട് അയാൾ കളം പിടിച്ചു. 40 പന്ത് ബാക്കി നിൽക്കെയാണ് ഹരാരയിൽ ഇന്ത്യ കളി ജയിച്ചത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയും പുറത്താകാത്ത ക്രീസിൽ നിലയുറപ്പിച്ചു. ഉയരക്കാരായ ബോർഡർമാർ ഏറെയുള്ള സിംബാബ്വെ വൈഭവിനെ വെള്ളം കുടിപ്പിക്കുമെന്നാണ് സാഗരം കരുതിയത്. ബ്ലസ്സിംഗ് മുസർബാനി ലോകകപ്പിൽ ഓസീസിനെ അടക്കം എറിഞ്ഞിട്ടത് ആരും മറന്നിട്ടില്ല. എന്നാൽ വൈഭവ് തന്റെ പഴയ നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. ബോളറെ നോക്കാറില്ല, ബോൾ മാത്രമാണ് നോക്കാറുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയാണ് വൈഭവ് ഇന്ത്യൻ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ മത്സരത്തിൽ 14 റൺസ്, പിന്നെ 13, പിന്നെ 15. ഇങ്ങനെയായിരുന്നു താരത്തിന്റെ സ്കോറുകൾ. ജോഫ്ര ആർച്ചറിന് 6 പായിച്ചാണ് വൈഭവ് തന്റെ അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ചത്. എന്നാൽ ആദ്യ 3 മത്സരങ്ങളിലും വലിയ സ്കോറുകൾ ഉയർത്താനായില്ല. ഇംഗ്ലണ്ട് പരമ്പര തൂത്തുവാരി. എന്നാൽ വൈഭവിന് തന്റെ ആദ്യ 50ക്കായി അധികമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. അതും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ അവനത് കുറിച്ചിട്ടു. മെറിറ്റിൽ തന്നെയായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ സീനിയർ ടീം പ്രവേശം. അതിനിയും വൈകിച്ചാൽ ശരിയാകില്ല എന്ന് ബോർഡിന് ബോധ്യമായി കാണണം. കഴിഞ്ഞ IPL-ൽ കിരീടം ചൂടിയത് RCB ആണെങ്കിലും മനം കവർന്നത് വൈഭവായിരുന്നു. ഓറഞ്ച് ക്യാപ്പ് അടക്കം 5 വ്യക്തിഗത ട്രോഫികളാണ് ലോക ക്രിക്കറ്റിലെ സിംഗപ്പുലികൾ പലരും തകർത്ത് കളിക്കുന്ന IPL വേദിയിൽ അവൻ വാരിക്കൂട്ടിയത്. 237 സ്ട്രൈക്ക് റേറ്റിൽ 776 റൺസ്, 3 തവണ 90കളിൽ വെച്ച് നഷ്ടമായ സെഞ്ചുറികൾ. താൻ വെറുമൊരു സ്ലോഗറല്ലെന്ന് തെളിയിക്കുന്ന പല മെച്യൂർഡ് ഇന്നിംഗ്സുകളും വൈഭവിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നുണ്ടെന്ന്. IPL-ൽ ഒരു സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ എന്ന ക്രിസ് ഗെയിലിന്റെ റെക്കോർഡാണ് ഇക്കുറി വൈഭവ് മറികടന്ന ഏറ്റവും വലിയ നാഴികക്കല്ല്. റെക്കോർഡ് മറികടന്നു വന്ന് മാത്രമല്ല, അടുത്തൊന്നും ആർക്കും തൊടാൻ കഴിയാത്ത ദൂരത്ത് അതിനെ കൊണ്ട് വക്കുകയും ചെയ്തു. 72 സിക്സറുകളാണ് ഈ സീസണിൽ വൈഭവ് ആകെ പായിച്ചത്. കഴിഞ്ഞ അണ്ടർ-19 ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ച വൈഭവ് 2 IPL-കൾക്കിടയിൽ ഇന്ത്യൻ കൗമാരപ്പടക്കൊപ്പം ലോകത്തെ വിവിധ മൈതാനങ്ങളിൽ അരങ്ങ് തകർക്കുകയായിരുന്നു. പല റെക്കോർഡുകളും അവൻ പോയ വഴികളിൽ കടപുഴകി വീണ് കിടന്നു. ഇപ്പോൾ ഇന്ത്യൻ സീനിയർ ടീമിലും നാഴികക്കല്ലുകൾ ഓരോന്നായി പിന്നിട്ട് തുടങ്ങുന്നു.